വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് എരിശ്ശേരി, അതായത് കായും ചേനയൊക്കെ ചേർത്തിട്ടുള്ള എരിശ്ശേരിയാണ് ഒന്ന്. പിന്നെ നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള ശർക്കര നെയ്പായസം, അത് രണ്ടുമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇതാ എരിശ്ശേരിക്കുള്ള കായ, ചേന, നമ്മൾ കൂട്ടാങ്കായ അതാണിത്, നേന്ത്രക്കായല്ല. പിന്നെ ചേന ഒരു ചെറിയ കഷ്ണം. അപ്പോൾ അത് ചേന ആദ്യം നമുക്കൊന്ന് തോലിയെത്താം. വേവണ ചേന തന്നെ ആയിരിക്കും. പിന്നെതാ നമ്മൾ ആ കായ ഒരു 3 എണ്ണാണ്, അത് ഏണ് ചെത്തിക്കളയണം, അതിൻ്റെ ആ സൈഡത്തെ ഉണ്ടോ ഇത്. അപ്പോൾ അത് ചെത്തിക്കളയാണ്. പിന്നെ നമുക്കത് ഇങ്ങനെ നീളത്തിൽ മുറിക്കാം, നുറുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 4 കീറാക്കി മുറിക്കുന്നുണ്ട്. പിന്നെ നുറുക്കുക, നമ്മൾ ഉപ്പേരിക്ക് നുറുക്കുന്ന പോലെ പറ്റ ചെറുതാക്കിയിട്ടല്ല, കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉടയ്ക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ ചേന അങ്ങനെ കൊത്തിയിടുക. അപ്പോൾ ഈ 2 കഷ്ണങ്ങളാണ് ഉള്ളത്, അത് നുറുക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് പരിപ്പ് ഒരു 2 വിസിൽ കഴിഞ്ഞ ശേഷം കുക്കറിൽ, അതിലേക്ക് പിന്നെ നമ്മൾ ഈ കഷ്ണങ്ങൾ നേരത്തെ നുറുക്കി വെച്ചത് അത് ചേർത്തു. വെള്ളം പിന്നെ ആദ്യം തന്നെ പരിപ്പിൽ വെച്ചതുണ്ട്. ഉപ്പിട്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ജീരകവും തേങ്ങയും കൂടി അരയ്ക്കുകയാണ്. മറ്റേതപ്പോൾ അവിടെ വേവുന്നുണ്ട് നമ്മൾ ഈ കഷ്ണങ്ങൾ, അത് അരച്ചത് കണ്ടോ, ഇതിലേക്കുള്ള അരവാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്ത് തന്നെയാണ്. അത് 2 വിസിൽ കഴിഞ്ഞ ശേഷമാണ് അത്. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തു. അപ്പോൾ പരിപ്പ് വേറെ വേവിച്ചു, പിന്നെ ഈ കഷ്ണങ്ങളും അത് പിന്നെ വേറെ 2 വിസിൽ. പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ചത് അരവ് അത് അതിൽ ചേർക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല കുറുകി നല്ല ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട് എരിശ്ശേരി, കണ്ടില്ലേ. പിന്നെ അതിൽ നമ്മൾ കറിവേപ്പില ഇടുന്നു. ഇനി വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് അത് നമുക്ക് താളിച്ച് ചേർക്കുകയാണ് വേണ്ടത്. അതും കഴിഞ്ഞു. അപ്പോൾ അത് റെഡിയായി, നമ്മളെ എരിശ്ശേരി റെഡിയായി. പിന്നെ ഇന്ന് പായസം വയ്ക്കാൻ ഗോതമ്പ് നുറുക്ക് ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. പിന്നെ അത് കഴുകി വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ചൂടായി വന്നതോടുകൂടി തന്നെ നമ്മൾ ആ കഴുകി വെച്ച ഗോതമ്പ് നുറുക്ക് അതതിൽ ചേർക്കാണ്. നല്ല പോലെ നമ്മൾ സാധാരണ അരി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ അടച്ചു വയ്ക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര അച്ച്, ഇത് നല്ല ഇനം ശർക്കരയാണ്, അങ്ങനെ തരിയും കല്ലുകളൊന്നും ഇല്ല, അങ്ങനത്തെയാണ്. നമ്മൾ കടിച്ച് നോക്കും ആദ്യം ഒന്ന്, പിന്നെ കടയിൽ നിന്ന് നല്ല നോക്കി തന്നെ വാങ്ങിയതാണ്. പിന്നെ അതിലേക്ക് നെയ്യ് അതൊഴിക്കുകയാണ്. പിന്നെ തേങ്ങ ചിരവിയത്, അപ്പോൾ അതും ചേർത്തു. പിന്നെ അതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി അത് വറവിട്ടു, കണ്ടില്ലേ. അപ്പോൾ പായസം റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാം. ചോറ് വിളമ്പി. പിന്നെ നമ്മളെ എരിശ്ശേരി നല്ല കട്ടയായിട്ട് തന്നെ വന്നു. പിന്നെ പപ്പടം കാച്ചിയത്, അതാണിപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ. ഇന്ന് വേറൊരു നമ്മൾ ഒഴിച്ചു കറി എന്ന് പറയില്ലേ, അതില്ല, അതുണ്ടാക്കാതെ തന്നെ എരിശ്ശേരി തന്നെ മതി. ഇപ്പോൾ കണ്ടോ, പിന്നെ വേണമെങ്കിൽ വൈകുന്നേരം ചിലപ്പോൾ കഞ്ഞിയാക്കും ഞങ്ങൾ, അങ്ങനെയും ചെയ്യലുണ്ട്. അപ്പോൾ എരിശ്ശേരി മതി അതിലേക്ക്. പിന്നെ നമ്മൾ അമ്മ ഊണ് കഴിഞ്ഞ ശേഷം പായസം അത് വിളമ്പി കൊടുക്കാം. കുറച്ച് തന്നെ ഉള്ളൂ, അപ്പോൾ അതാണ് ചെമ്പോട് കൂടി കൊണ്ടുവന്ന് വിളമ്പുന്നത്. പിന്നെ വേറെ പാത്രത്തേക്ക് മാറ്റണ്ടല്ലോ. ഗോതമ്പ്, പച്ചരി, ഉണങ്ങല്ലരി അതിലൊക്കെ ഇങ്ങനെ ശർക്കര പായസം ഉണ്ടാക്കിയ രസമാണ്. ഏതായാലും ഊണ് കഴിഞ്ഞ് പായസം
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.